Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. പിരാരൂരിലെ 10 ഏക്കർ വരുന്ന വരിക്കപ്പാടം കാട് പിടിച്ച നിലയിൽ കഴിഞ്ഞ 5 വർഷമായി കാടായി കിടക്കുന്ന ഈ പ്രദേശം ഇഴജന്തുക്കളുടെയും കുറുനരികളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. 3 പൂവ് നെൽകൃഷി ചെയ്തിരുന്ന പിരാരൂരിലെ 10 ഏക്കർ വരുന്ന വരിക്കപ്പാടം കഴിഞ്ഞ 5 വർഷമായി കാട് വളർന്ന് ഇഴജന്തുക്കളുടെയും കുറുനരികളുടെയും താവളമായി മാറിയിരിക്കുകയാണ്. സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം രൂക്ഷമായതോടെ ഈ പ്രദേശത്ത് താമസിക്കുന്നവരുടെ പേടി സ്വപ്നമായി മാറി ഈ പാടം. എൻ്റെ പേര് ജലജ ശശി. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടിനോടടുത്ത് ചേർന്ന് പാടശേഖരമായ പ്രദേശമാണിത്. 3 പൂപ്പും കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. വീടിന് ചുറ്റും കാട്ടിൽ നിറച്ച് കുറുക്കനും പാമ്പും ഇഴജന്തുക്കളൊക്കെ കയറി വരാണ് വീട്ടിലോട്ട്. ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റണില്ല. ഞങ്ങളുടെ കുട്ടികളായ സന്ധ്യ കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റണില്ല. ഞങ്ങൾക്ക് പേടിയാണിത്. ഞങ്ങളുടെ വഴിയൊക്കെ കാണുന്നത്. ഞങ്ങൾക്ക് എന്താ പറയണേ, ഞങ്ങൾ ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ 10-30 വീടുകളുണ്ട്. ഞങ്ങൾ ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഞങ്ങൾ ആരോട് പരാതി പറഞ്ഞിട്ട് ഒരു പരിഹാരം കാണുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒരു മാർഗം ചെയ്തു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഞങ്ങൾക്കോട് ചെയ്തു തരാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. എൻ്റെ പേര് ഗീത. എൻ്റെ വീടാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ മൊത്തം വിഷപ്പാമ്പുകളും നരുഭോജികളുമായ കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഞങ്ങൾക്ക് കുട്ടികളായിട്ട് ഇവിടെ താമസിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായേക്കാണ്. അധികാരികൾ ഇത് എന്തെങ്കിലും ചെയ്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയാണ്. ഇപ്പോൾ ഇതൊന്നും ചെയ്താണ്ട് കാട് പിടിച്ച് നാശകോശമായി കിടക്കുകയാണ്. ഇനി ഇതിന് എന്തെങ്കിലും ഒരു നടപടിയെടുത്ത് ഞങ്ങൾക്ക് ഒത്തിരി വീടുകൾ ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് താമസിക്കാൻ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി പാമ്പുകളും വിഷപ്പാമ്പുകളും കുറുക്കനും എല്ലാം ഉണ്ട്. ഇത് ഞങ്ങളെ ഒന്ന് എന്തെങ്കിലും ചെയ്ത് ഇതൊന്ന് ശരിയാക്കി തരണം. തരിശു ഭൂമികളിൽ കൃഷിയിറക്കണമെന്ന് സർക്കാർ തീരുമാനമുണ്ടെങ്കിലും പഞ്ചായത്ത് അധികൃതർ ഇതിന് താൽപ്പര്യം കാണിക്കുന്നില്ലെന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. ഒരു കർഷകനായിരുന്നു. ഇപ്പോൾ നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് കാർഷിക രംഗത്ത് നെൽകൃഷിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയത്തിന് ജലസേചനം വേണ്ട കൃഷിക്ക് ജലസേചനം എത്തിച്ചു കിട്ടാത്ത അവസ്ഥയും, അതേമാതിരി ഈ കൃഷി ഇറക്കാനുള്ള പാടശേഖരങ്ങളൊക്കെ കാട് കയറി കിടക്കുകയും ചെയ്യുകയാണ്. ഇത് സാധാരണ ഒരു കൃഷിക്കാരന് സ്വന്തമായി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പാടശേഖരം എത്തിയിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയങ്ങളിൽ വെള്ളം പമ്പ് ചെയ്ത് കൃഷിക്ക് യോഗ്യമായ രീതിയിൽ എത്തിച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ എത്തിച്ചു കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പാടശേഖരം കാട് കയറി പോവുകയും കാട് കയറി പോയി കഴിഞ്ഞാൽ ഭൂമാഫിയകൾക്ക് അവരുടെ യഥേഷ്ടം തുച്ഛമായ വിലയ്ക്ക് ഭൂമികൾ കൈക്കലാക്കിക്കൊണ്ട് അവർക്ക് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ആ കൊള്ള പണം കൊണ്ട് ഇവിടെ വിലസി നടക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തും ഭരണസമിതി. കാരണം സർക്കാർ ഒത്തിരി കാശുകൾ കൃഷിക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ട്. ഈ പൈസയൊന്നും നമ്മുടെ ഈ പാടശേഖര സമിതിയുടെ പരിസരത്തെ കൂടെ പോകുന്നില്ല. ഇത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ജനം തിരിച്ചറിയേണ്ടതാണ്. ജനം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഇതിനുവേണ്ടി ജനങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് കർഷക സംഘത്തിൻ്റെ പേരിൽ പറയാനുള്ളൂ. ഞാൻ മനോജ് പൈനുങ്ങൽ. എൻ്റെ സ്വദേശം പിരാരൂർ തന്നെയാണ്. ഞാൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. എറണാകുളം ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന കൊച്ചിൻ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്ന സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ ഞാനത് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ വരിക്കപ്പാടത്ത് ഏറ്റവും കൃഷിക്കും പരിസ്ഥിതിക്കും എല്ലാം ദോഷകരമായി ബാധിച്ചിരിക്കുന്ന ഒരു അധിനിവേശ സസ്യത്തെക്കുറിച്ചാണ്. അധിനിവേശ സസ്യങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ പരിസ്ഥിതിയിൽ ഇല്ലാത്തതും ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ പരിസ്ഥിതിയിലേക്ക് എത്തിപ്പെടുകയും ആവാസ വ്യവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും അവിടെ നമ്മുടെ ആവാസ വ്യവസ്ഥയിലുള്ള സസ്യങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം നാശം വരുത്തിക്കൊണ്ട് വലിയ തോതിൽ വളർന്ന് മറ്റ് സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കെല്ലാം നാശമുണ്ടാക്കുന്ന സസ്യങ്ങളെയാണ് അധിനിവേശ സസ്യങ്ങളെന്ന് പറയുന്നത്. അത്തരം ഒരു അധിനിവേശ സസ്യമായ സൗത്ത് അമേരിക്കയിലെ സ്വദേശമായി ഉള്ള ജന്മനാടായിട്ടുള്ള ഒരു സസ്യമാണ് ലുഡ്വിജിയ പെർവിയാന എന്ന് പറയുന്നത്. അതിന് കുളക്കരയാമ്പു എന്നൊക്കെ ചില പ്രാദേശികമായ പേരുകളുണ്ട്. ഈ സസ്യം ഒരു 2010 മുതലാണ് ഇവിടെ കണ്ടു തുടങ്ങിയത്. കുറേയധികം വിത്ത് ഉണ്ട്. ആ വിത്തിലൂടെയും വരാം, മറ്റ് സസ്യങ്ങളുടെ ഭാഗങ്ങളിലൂടെയും വരാം. അപ്പോൾ 2016-18 കാലഘട്ടങ്ങളിൽ ഇവിടെ ഇത് കൃഷിയുമായി ഫാർമേഴ്സ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സഹകരണത്തോടു കൂടി
പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഇവിടെ കൃഷി ചെയ്തിരുന്നു. അങ്ങനെ ആ കൃഷിയുടെ ഭാഗമായിട്ടാണ് നമുക്കിതിനെ കുറേയെങ്കിലും നിയന്ത്രിച്ച് നിർത്തി ഈ പാടശേഖരത്തെ നമുക്ക് ഫലഭൂയിഷ്ടമാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇത് നമ്മുടെ ഈ പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ നീർമറയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ ഒരു തോട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഈ ആവാസ വ്യവസ്ഥയെ വളരെയധികം ദോഷകരമായി ബാധിക്കുന്ന ഒരു സസ്യമാണ്. വലിയ ഒരു പൊതുജന പങ്കാളിത്തത്തോടു കൂടിയും ഗവൺമെൻറ്റിൻ്റെ ഇടപെടലോടു കൂടിയും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലോടു കൂടിയും മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ, അതിനെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. വരിക്കപ്പാടത്ത് നെൽകൃഷി ഇറക്കാൻ പദ്ധതി രൂപീകരിക്കണമെന്നും അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വരാൻ കാലടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ബഹുജനങ്ങളെ അണിനിരത്തി സമരത്തിന് നേതൃത്വം നൽകുമെന്ന് വിവിധ കർഷക സംഘടനാ നേതാക്കളായ AV സുകുമാരൻ, KK സഹദേവൻ, AK വിശ്വംഭരൻ, PR ഗോപി എന്നിവർ അറിയിച്ചു. ഇവിടെ 3 പൂവ് കൃഷി ചെയ്തിരുന്ന 10 ഏക്കർ വരുന്ന വരിക്കപ്പാടം കഴിഞ്ഞ 5 വർഷമായിട്ട് തരിശായി കിടക്കുകയാണ്. തരിശായി എന്ന് മാത്രമല്ല, തരിശായി കിടക്കുക എന്നതിനപ്പുറം പെരുങ്കാട് പിടിച്ച് വിഷപ്പാമ്പുകളും കുറുക്കനും മറ്റ് ക്ഷുദ്രജീവികളും ഒരു ആവാസ വ്യവസ്ഥയിലൂടെ കടന്നു പോകുന്ന പ്രദേശമായിട്ട് മാറി. ഒന്ന് നോക്കുക, തൊട്ടടുത്ത് ആവണങ്കോട് ജലസേചന കനാലാണ് എപ്പോഴും വെള്ളം കിട്ടുന്ന പ്രദേശം. വെള്ളം ഒഴുകി പോകുന്നതിന് തോടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ളത് ഞാൻ പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ കുറവായിട്ടേ കാണാൻ പറ്റൂ. കാരണം 2010-15 കാലഘട്ടത്തിൽ ഇതിലും ഭീകരമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അന്ന് ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയയൊക്കെ ഈ പ്രദേശം മണ്ണിട്ട് മൂടി നികത്തി കെട്ടിടങ്ങൾ പണിയുക എന്ന ലക്ഷ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ CPIM പിരാരൂർ ബ്രാഞ്ച് കൊടികുത്തി പ്രശ്നമാക്കി RDOയ്ക്ക് പരാതി കൊടുത്ത് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2016 ഞാൻ ജനപ്രതിനിധിയായിരിക്കുമ്പോഴാണ് അനുകൂലമായ ഉത്തരവ് കിട്ടിയത്. വീണ്ടും നെൽപ്പാടമാക്കി മാറ്റാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചെയ്തത്. പ്രാരൂരിൻ്റെ കാർഷിക സംസ്കൃതി തിരിച്ചു പിടിക്കണം. വിവിധ ഫണ്ടുകളുണ്ട്, തൊഴിലുറപ്പിലുണ്ട്, കാർഷിക മേഖലയ്ക്ക് 30% ബഡ്ജറ്റ് വിഹിതമുണ്ട്. ഇതൊക്കെ പെടുത്തി അടിയന്തിരമായിട്ട് ഈ അധിനിവേശ സസ്യത്തിൻ്റെ കാട് പിഴുതു മാറ്റി നെൽപ്പാടമാക്കി മാറ്റണം. ഇവിടുത്തെ ആളുകൾക്ക് പാമ്പിനെയും മറ്റ് കുറുക്കനെയും ഇഴജന്തുക്കളെയും പേടിക്കാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഈ പട്ടികജാതി ഉന്നതിക്ക് ഈ 30ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസമാകണം എന്നാണ് അടിയന്തിരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ 12ാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ 31 വരെ. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 299 രൂപ മുതൽ. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ, അപ്പച്ചട്ടി, തവ, കുക്കർ, ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. പ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം. എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അങ്കമാലി. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.